നമസ്കാരം. നാം കുഞ്ഞിലെ കേൾക്കുന്ന ഒരു കാര്യമാണ് ധനം ലക്ഷ്മി ദേവിയാണ് എന്ന കാര്യം. ഒരിക്കലും അതിനാൽ പണത്തെ അഥവാ ധനത്തെ നാം അപമാനിക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴും ബഹുമാനിക്കണം. നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെ നാം ബഹുമാനിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ അവയെല്ലാം നഷ്ടമാവുക തന്നെ ചെയ്യും. പണം പല കൈകൾ മറിഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതുമാകുന്നു. നാം ശരിയായ രീതിയിൽ തന്നെ ബഹുമാനിക്കുകയും പണത്തെ സംരക്ഷിക്കുകയും ചെയ്തില്ല എങ്കിൽ പണം നഷ്ടമാവുകയും ചെയ്യും. പുരാണങ്ങൾ പ്രകാരം വൃത്തിയും ബഹുമാനവും ഉള്ളയിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി നിൽക്കൂ എന്നതാണ് വാസ്തവം. അല്ലാത്ത പക്ഷം ലക്ഷ്മി ദേവി പടിയിറങ്ങി പോവുക തന്നെ ചെയ്യും. കൂടെ നമ്മുടെ സകല സൗഭാഗ്യങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. ഇതിനാൽ നാം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് പണം. ഇതിനാൽ നാം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് പണം സൂക്ഷിക്കുന്ന പേഴ്സ്. ഇതിൽ ചില ചിത്രങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ എന്നും പേഴ്സിൽ പണം നിറഞ്ഞു തന്നെ നിൽക്കും. ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അധികം വലുപ്പമുള്ള പേഴ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് അത്ര ശുഭകരമാകണം എന്നില്ല. തീരെ ചെറുതും പാടുള്ളതല്ല. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ച് വേണം നാം എപ്പോഴും പേഴ്സ് വാങ്ങുവാനും നമ്മുടെ ഒപ്പം നിലനിർത്തുവാനും. കേടായവ പേഴ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് എത്ര തന്നെ പഴക്കം ചെന്നതാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ അവ ഉപേക്ഷിക്കേണ്ടത് തന്നെയാകുന്നു. അവയിൽ ഒരിക്കലും നിങ്ങൾ പണം സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കീറിയ പേഴ്സിൽ പണം സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ അഥവാ പണത്തെ ധനത്തെ അപമാനിക്കുന്നതിന് തുല്യമാകുന്നു. അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരണം എന്നില്ല. അനാവശ്യമായ കാര്യങ്ങൾ നിറച്ച് ഒരിക്കലും പേഴ്സിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. പേഴ്സ് വൃത്തികേടായി സൂക്ഷിക്കരുത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ധനത്തെ നാം ബഹുമാനിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇനി എപ്പോഴും പേഴ്സിൽ പണം ഉണ്ടായിരിക്കുവാൻ നാം സൂക്ഷിക്കേണ്ടതായ ഏറ്റവും വിശേഷപ്പെട്ടതായ ആ വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട് എങ്കിൽ അത് സർവ്വ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യമായി മാറും. ദേവി ഇരിക്കുന്ന ചിത്രമാണ് വയ്ക്കേണ്ടത് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു. ഇനി അഥവാ മറ്റ് ചിത്രങ്ങളാണ് ഉള്ളത് എങ്കിൽ ഈ ചിത്രം വയ്ക്കുന്നതാണ് മാറ്റി വയ്ക്കുന്നതാണ് ശുഭകരം. കാലുകൾ കാണാത്ത രീതിയിലുള്ള ചിത്രങ്ങൾ നാം വയ്ക്കണം. അതോടൊപ്പം മൂങ്ങയില്ലാത്ത ചിത്രമാണ് വയ്ക്കേണ്ടത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പച്ച അല്ലെങ്കിൽ ചുവന്ന വസ്ത്രത്തിൽ ഇരിക്കുന്ന ദേവിയുടെ ചിത്രം വയ്ക്കുന്നത് ശുഭകരമാണ്. രണ്ട് ആനകൾ തുമ്പിക്കൈ ഉയർത്തിയ ചിത്രം ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള പേഴ്സിൽ പണം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുക. അതിനാൽ ഈ ചിത്രം എപ്പോഴും കൂടെ ഉണ്ടാകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഗണേശ ഭഗവാനോടൊപ്പമുള്ള ചിത്രമാണ് എങ്കിൽ അല്ലെങ്കിൽ ഭഗവാന്റെയും ദേവിയുടെയും ചിത്രമാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത് എങ്കിൽ അതും ശുഭകരം തന്നെയാണ്. അതും തർക്കമില്ല. ഭഗവാൻ എന്നാൽ ഇരിക്കുന്ന ചിത്രമാണ് ഏറ്റവും ശുഭകരം. അതായത് ഭഗവാനും ലക്ഷ്മി ദേവിയും ഇരിക്കുന്ന ചിത്രം തന്നെ പേഴ്സിൽ വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കേടായ ചിത്രങ്ങളാണ് പേഴ്സിൽ ഉള്ളത് എങ്കിൽ അവ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നാം ഓർക്കുക. തടസ്സങ്ങൾ കൂടാതെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുവാൻ ഈ കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ ശരിയായ രീതിയിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് അരിമണികളാണ്. അരിമണികൾ ലക്ഷ്മി ദേവിക്ക് തുല്യം തന്നെയാകുന്നു. വൃത്തിയായി തന്നെ ഒരു കടലാസിൽ പൊതിഞ്ഞ് വയ്ക്കുക. ഇപ്രകാരം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന അക്ഷതവും ഇങ്ങനെ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം
ഉറപ്പാക്കുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്പം മാത്രം മതി എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. ഒരു നുള്ള് ഉണ്ട് എങ്കിൽ പോലും അത് ശുഭകരം തന്നെയാണ്. ഒരിക്കലും ഈ അരിമണികൾ താഴെ വീഴാതിരിക്കണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതിനാൽ തന്നെ കടലാസിൽ പൊതിയുമ്പോൾ ശരിയായ രീതിയിൽ തന്നെ പൊതിയുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് സുഗന്ധമുള്ള വസ്തുക്കളാണ്. സുഗന്ധമുള്ള വസ്തുക്കൾക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. പോസിറ്റീവായ ഊർജം നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് സുഗന്ധമുള്ള വസ്തുക്കൾ. 3 ഏലയ്ക്ക, പച്ചക്കർപ്പൂരം കൂടാതെ കൊഴുന്ന് എന്ന വസ്തുവും വയ്ക്കുക. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധമുള്ള വസ്തുക്കളിൽ ഒന്നാണ് കൊഴുന്ന്. പനിനീർ മുക്കിയ ചെറിയ തുണി ആയിരുന്നാലും മതി എന്ന കാര്യവും ഓർക്കുക. ആ കാര്യം നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ അപ്രകാരം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ പേഴ്സിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കും. അതിനാൽ തന്നെ തീർച്ചയായും ആ പേഴ്സിലേക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുക. ദേവി സുഗന്ധമുള്ള വസ്തുക്കളിൽ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ചെറിയ ചുവന്ന തുണി വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ നാണയം വയ്ക്കുന്നത് ശുഭകരമാണ്. നാണയം എന്ന് പറയുമ്പോൾ പൂജിച്ച വെള്ളി നാണയം വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ക്ഷേത്രത്തിൽ തന്നെ പൂജിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ, നിങ്ങൾ പുറത്തുള്ളവരാണ് എങ്കിൽ, പൂജാമുറിയിൽ വെള്ളിയാഴ്ച വിളക്ക് തെളിയിച്ചതിന് ശേഷം എപ്രകാരമാണ് വിളക്ക് തെളിയിക്കുന്നത് അതിനും പ്രാധാന്യമുണ്ട്. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുക. നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ശേഷം ഈ വെള്ളി നാണയം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പൂജാമുറിയിൽ നിന്നും എടുക്കുക. തൊഴുതതിന് ശേഷം പൂജാമുറിയിൽ നിന്നും എടുത്ത് പേഴ്സിൽ സൂക്ഷിക്കുക. എന്നാൽ ഒരിക്കലും ഇത്തരത്തിൽ നിങ്ങൾ ചെലവാക്കുവാൻ പാടുള്ളതല്ല. ഈ നാണയം ചെലവാക്കരുത് എന്ന് പറയാം. കൂടാതെ നിങ്ങൾക്ക് കൈനീട്ടം ലഭിക്കുന്നതാകുന്നു. അതേപോലെ 1-ാം തീയതിയും കൈനീട്ടം ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്നതായ കൈനീട്ടങ്ങൾ ചെലവാക്കാതിരിക്കുന്നതാണ് ശുഭകരം. അവയും ഇത്തരത്തിൽ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ക്ഷേത്രത്തിൽ 1-ാം തീയതി പൂജിച്ച നാണയം പേഴ്സിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തന്നെ ഒരിക്കലും ഈ നാണയം ചെലവാക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അടുത്ത 1-ാം തീയതി പുതിയ നാണയം വയ്ക്കുമ്പോൾ പഴയ നാണയം നിങ്ങൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ, മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ മറ്റ് ദേവീ ക്ഷേത്രത്തിലോ സമർപ്പിക്കുക അഥവാ ഇടുക. ഇപ്രകാരം ചെയ്യുന്നതാണ് സർവ്വ ഐശ്വര്യം. കൂടാതെ പേഴ്സ് പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നതാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ 1 രൂപ നാണയമെങ്കിലും പേഴ്സിലുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. 1 രൂപയെങ്കിലും എപ്പോഴും പേഴ്സിൽ ഉണ്ടാകേണ്ടതാണ്. ഒഴിഞ്ഞ പേഴ്സ് അത്ര ശുഭകരമല്ല. പേഴ്സിൽ നാം മറ്റു ചില തെറ്റുകൾ ചെയ്യുന്നതാണ്. കൂടാതെ ചില വസ്തുക്കൾ പേഴ്സിൽ സൂക്ഷിക്കുന്നതും അത്ര ശുഭകരമല്ല. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. നിങ്ങളുടെ പേഴ്സിൽ ഈ കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യം കൂടിയാകുന്നു. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ബില്ലുകളാകുന്നു. ബില്ലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുന്നതാണ് ശുഭകരം. അതല്ല എങ്കിൽ കടം ഒഴിയില്ല എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ചെയ്യുക. മറ്റൊന്ന് മരുന്നിൻ്റെ ചീട്ടാകുന്നു. ഇപ്രകാരമുണ്ട് എങ്കിൽ അവ തീർച്ചയായും പേഴ്സിൽ നിന്നും ഒഴിവാക്കി മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാണ് ശുഭകരം. കാരണം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ രോഗങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുക. ആ കാര്യവും ശ്രദ്ധിക്കുക. മരിച്ച വ്യക്തികളുടെ ചിത്രം നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. ദോഷം തന്നെയാകുന്നു. എന്നാൽ ഒരു ആത്മവിശ്വാസമാണ് ഈ ചിത്രം നൽകുന്നത് എങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ എപ്പോഴും കൂടെ കൂട്ടുക. അല്ലാതെ പേഴ്സിൽ സൂക്ഷിക്കരുത് എന്ന കാര്യം ഓർക്കുക. പണം ഇരിക്കുന്ന പേഴ്സിൽ ഒരിക്കലും വയ്ക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം. മറ്റേതെങ്കിലും വിധത്തിൽ കയ്യിൽ കൊണ്ടുപോകാവുന്നതാണ്, എന്നാൽ പേഴ്സിൽ പാടുള്ളതല്ല. പൊട്ടിയ കണ്ണാടി പലരും പേഴ്സിൽ സൂക്ഷിക്കുന്നതാകുന്നു. ഇത് വളരെ ദോഷകരമാണ്. നെഗറ്റീവായ ഊർജം വർദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തന്നെ മറ്റ്
പൊട്ടാത്തതായ കണ്ണാടി പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് ശുഭകരമാകുന്നു. എന്നാൽ പൊട്ടിയ കണ്ണാടിയുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ പേഴ്സിൽ പണം സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ പണം ഒഴിയില്ല. എപ്പോഴും പണം വന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുക കൂടി ചെയ്യുക. ധനപരമായ നേട്ടങ്ങൾ വളരെ വേഗം നിങ്ങളിൽ വന്നു ചേരുകയും അത് നിലനിൽക്കുകയും ചെയ്യും.